ക്യാൻഡ് ട്യൂണ മസാലയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് ഡ്രൈ ആയും ചെയ്യാം, കറി പോലെയും തയ്യാറാക്കാം. ചപ്പാത്തിയുടെ കൂടെയോ കുബൂസിൻ്റെ കൂടെയോ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു മസാലയാണ്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ എങ്ങനെയാണ് മസാല തയ്യാറാക്കുന്നത് നോക്കാം. 2 ടിന്നിലുള്ള ട്യൂണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പാത്രം ചൂടായി വന്നതിന് ശേഷം 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 നുള്ളി ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ഉലുവ ഒന്ന് നിറമാറി വന്നതിന് ശേഷം 3 മീഡിയം സൈസുള്ള സവാള കട്ടി കുറഞ്ഞ് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ട് വഴണ്ടാൽ പോരാ, നല്ല ബ്രൗൺ കളർ ആകണം. ഇനി ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് ഇതൊന്ന് അടച്ചിടാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം. ഇനി വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. ഒരു 5 അല്ലി വെളുത്തുള്ളിയും ഒരു 2 ഈ ഒരു അളവിലുള്ള ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് ചതച്ചെടുക്കണം. അതുകൂടി നമുക്ക് ഈ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഇളക്കി അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളിയും നല്ലതുപോലെ വെന്ത് ഇതിലേക്ക് ചേരണം. ഇനി ഇതിലേക്ക് 1 ഇഞ്ച് നീളത്തിലുള്ള കറുകപ്പട്ടയും 1 തക്കോലവും 2 ഗ്രാമ്പുവും ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എണ്ണ ചൂടായി വന്ന സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാൻ മറന്നത് കൊണ്ടാണ് ഈ ടൈമിൽ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയും കൂടിയാണ് ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത് എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം. ഇനിയിപ്പോൾ ഞാൻ ഈ 2 ടിന്നിലുള്ള ട്യൂണയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഓയിലിലുള്ള ട്യൂണയാണ്. ഓയിലിലും വാട്ടറിലും ഉള്ള ട്യൂണ ഉണ്ട്. ഓയിലിൽ തന്നെ സൺഫ്ലവർ ഓയിലുള്ളതുമുണ്ട്, വെജിറ്റബിൾ ഓയിലുള്ളതുമുണ്ട്. ഞാനിത് സൺഫ്ലവർ ഓയിലിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ ഓയിലൊന്ന് ഒഴിവാക്കിയാണ്. ഇതിൻ്റെ ടേസ്റ്റ് എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാനൊന്ന് ഒഴിവാക്കിയാണ്. നമുക്കത് ഇഷ്ടമാണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് മസാലയിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഇനി ഇതാണ് ഞാൻ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഉപ്പ് നോക്കി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക.
അപ്പോൾ ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്